നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ 50 കോടി 50 ലക്ഷം രൂപയുടെ ബജറ്റ് അവതരിപ്പിച്ചു. കാർഷിക മേഖലയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും സാമൂഹ്യ സുരക്ഷയ്ക്കും ഊന്നൽ നൽകുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ശ്യാമള വിശ്വനാഥൻ അവതരിപ്പിച്ചത്. കാർഷിക മേഖലയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും സാമൂഹ്യ സുരക്ഷയ്ക്കും ഊന്നൽ നൽകിയുള്ള നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്യാമള വിശ്വനാഥൻ അവതരിപ്പിച്ചു. 53 കോടി 8 ലക്ഷം രൂപ വരവും 50 കോടി 50 ലക്ഷം രൂപ ചെലവും 2 കോടി 58 ലക്ഷം രൂപ മിച്ചവുമുള്ള ബജറ്റാണ് ഭരണസമിതി അംഗീകരിച്ചത്. റോഡ് വികസനം, മാലിന്യ സംസ്കരണം, ടൂറിസം, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ക്ഷേമം എന്നിവയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയാണ് പദ്ധതികൾ. ഉൽപാദന മേഖലയ്ക്ക് മാത്രം 75 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. തേക്കടിയുടെയും മൂന്നാറിന്റെയും ഇടത്താവളമായ നെടുങ്കണ്ടത്തെ റോഡുകൾ സൗന്ദര്യവൽക്കരിക്കും. മധ്യഭാഗത്ത് ഡിവൈഡറുകൾ സ്ഥാപിക്കുകയും ഇരുവശങ്ങളിലും ചെടികൾ വെച്ചുപിടിപ്പിക്കുകയും ചെയ്യും. കിഴക്കേക്കവല, തൂക്കുപാലം, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ ടേക്ക് എ ബ്രേക്ക് ടോയ്ലറ്റുകൾ, ടൂറിസ്റ്റ് ടാക്സി പാർക്കിംഗ് എന്നിവ നിർമ്മിക്കും. ഇവയ്ക്കായി 60 ലക്ഷം രൂപ നീക്കിവെച്ചു. വനിതാ ഘടക പദ്ധതിക്ക് 50 ലക്ഷം, മൃഗസംരക്ഷണത്തിന് 20 ലക്ഷം, ഭിന്നശേഷിക്കാർക്കായുള്ള പദ്ധതികൾക്ക് 22 ലക്ഷം, കുട്ടികൾക്കും വയോജനങ്ങൾക്കുമായുള്ള പദ്ധതികൾക്ക് 65 ലക്ഷം, ആരോഗ്യ മേഖലയ്ക്ക് 60 ലക്ഷം, പട്ടികജാതി വികസനത്തിന് 90 ലക്ഷം, മാലിന്യ സംസ്കരണത്തിന് 1 കോടി 50 ലക്ഷം തുടങ്ങിയവയാണ് മറ്റു പ്രധാന പദ്ധതികൾ. വിവിധ സ്ഥലങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ, സ്റ്റീൽ ബയോ ബിന്നുകൾ, പൊതുസ്ഥലങ്ങളിൽ ക്യാമറകൾ തുടങ്ങിയവ സ്ഥാപിക്കും. പഞ്ചായത്തിലെ 24 വാർഡുകളിലെയും റോഡ് വികസന പദ്ധതികൾക്കായി 4 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. എല്ലാ വാർഡുകളിലും വഴിവിളക്കുകൾ സ്ഥാപിക്കും. തൂവലരുവിയിൽ നടപ്പാലം, സുരക്ഷാ കവചങ്ങൾ, ടോയ്ലറ്റുകൾ എന്നിവ നിർമ്മിക്കും. ആമപ്പാറ ടൂറിസം പദ്ധതിക്ക് 5 ലക്ഷം രൂപയും നെടുങ്കണ്ടം ആധുനിക മാർക്കറ്റിനായി 30 ലക്ഷം രൂപയും വകയിരുത്തി. സ്റ്റേഡിയത്തിലും പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിലും സോളാർ പാനലുകൾ സ്ഥാപിക്കാനും ബജറ്റിൽ നിർദ്ദേശമുണ്ട്. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ബജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് ഷിഹാബ് ഇട്ടിക്കൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വിഷ്ണു സുനിൽ, മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.